അപ്പൊ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ നോക്കിയാലോ മക്കളെ, ഇറ്റ് ഈസ് ദ ഡിഫറെന്റ് ബ്രാഞ്ചസ് ഓഫ് ലീഗൽ സിസ്റ്റത്തിനെ കുറിച്ചാണ് കേട്ടോ ഈ ഒരു സെഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ക്രിമിനൽ ലോ ആണ്. എന്താണ് ക്രിമിനൽ ലോ എന്ന് മക്കൾക്ക് അറിയില്ലേ? മെയിൻലി ക്രിമിനൽ എന്ന് പറയുമ്പോൾ അറിയാം, അവര് റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണെന്ന് അല്ലെ. ഇറ്റ് ഡീൽസ് വിത്ത് കണ്ടക്ട് or the acts that deals with any harm or injury to the rights law defines as offenses അല്ലെ. ഇപ്പോ ആളുകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഞ്ചുറീസോ ഹാമോ ഒക്കെ വരുത്തുന്ന എന്തെങ്കിലും ഇത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് എതിരാണെങ്കിൽ അതിന് ക്രിമിനൽ ലോ എന്ന് പറയുന്നു. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇൻഡിവിജ്വൽസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റർ നോക്കുകയാണെങ്കിൽ ഡിസ്പ്യൂട്ട്സ്, ക്ലാഷസ് ഉണ്ടാവുകയാണ്. മെയിൻലി ഡൗറി സിസ്റ്റം, ഡൗറി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കൊണ്ട് സ്ത്രീധന പീഡനങ്ങൾ അല്ലെ, സ്ത്രീകൾക്കെതിരെ ഹെറാസിംഗ് എ വിമൻ ടു ബ്രിങ് മോർ റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് ലാൻഡ് അല്ലെ. എന്ന് വെച്ചാൽ ഒരു സ്ത്രീന്റെ ഉടമസ്ഥതയിലാണ് ഒരു ലാൻഡ് എങ്കിൽ പെട്ടെന്ന് സീലാവാൻ വേണ്ടിയിട്ട് ആ സ്ത്രീനെ പല രീതിയിൽ ആക്രമിക്കുന്നു അല്ലെ. ഇപ്പൊ മക്കൾ തന്നെ സ്വന്തം അമ്മേനെ ആക്രമിച്ചുള്ള സ്ഥലമൊക്കെ വാങ്ങിയെടുക്കുന്നു, അവരെ വൃദ്ധസദനങ്ങൾ പോയി തല്ലുന്നു, അതൊക്കെ ക്രിമിനൽ കേസാണ്. ആൻഡ് ദ പർച്ചേസ് ഓഫ് ഡൗറി, മർഡർ ഒക്കെ എന്താണ് ഈ ക്രിമിനൽ ലോ, ഇതിനെതിരെ ഈ കേസസിനെതിരെ എടുക്കുന്ന ലോസ് ആണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്. എന്താണ്? ഡീൽസ് വിത്ത് കണ്ടക്ട് ഓർ ആക്ട്സ് ദാറ്റ് ഡീൽസ് വിത്ത്, മെയിൻലി സിമ്പിൾ ആയിട്ട് പറയാം, ഇറ്റ് ഈസ് ഡീൽസ് വിത്ത് ഇവിടെ തൊട്ട് പറയാം അല്ലെ, ഡീൽസ് വിത്ത് എനി ഹാം ഓർ ഇഞ്ചുറി ടു റൈറ്റ്സ് ലോ ഡിഫൈൻസ് ആസ് ഒഫൻസസ്. ഓക്കെ, എന്താണ് എക്സാമ്പിള്? ഫോർ എക്സാമ്പിൾ ഡിസ്പ്യൂട്ട്സ്, തെഫ്റ്റ്, പിന്നെയോ ഹറാസിംഗ് എ വിമൻ ടു ബ്രിങ് മോർ റിലേറ്റിംഗ് ടു സെയിൽ ഓഫ് ലാൻഡ്, നെക്സ്റ്റ് പർച്ചേസ് ഓഫ് ഡൗറി, ആൻഡ് നെക്സ്റ്റ് വൺ ഇറ്റ് ഇസ് മർഡർ. ഓക്കെ, ഇനി നമ്മൾ ഇതാണ് ക്രിമിനൽ ലോണ്ടത്. ഓക്കെ, next topic we are going to discuss is, does everyone have access to the courts? എല്ലാവർക്കും, എല്ലാ ഇന്ത്യൻ സിറ്റിസണിനും കോടതിനെ സമീപിക്കാനുള്ള ഒരു അവകാശമുണ്ടോ? നോക്കിയാലോ. ഫസ്റ്റ് പോയിന്റ്, in principle all citizens of India can access the courts in this country. ഏത് കോടതിയും നമുക്ക് സമീപിക്കാനുള്ള റൈറ്റ് ഉണ്ട് അല്ലെ. and this implies that every citizen has a right to justice through the courts അല്ലെ. എല്ലാവർക്കും എന്താണ്, നീതി കിട്ടാൻ വേണ്ടി കോടതിയെ സമീപിക്കേണ്ടത് അനിവാര്യമാണ് അല്ലെ. അതാണ് പറഞ്ഞത്, in principle all citizens of India can access the courts in this country. This implies that every citizen has a right to justice through the courts എന്ന് പറയാൻ കാരണം. Okay, next point നോക്കിക്കേ. As you read earlier, okay, the courts play a very significant role in protecting our fundamental rights. നമ്മുടെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് മെയിൻ ഉത്തരവാദിത്വം ആർക്കാണുള്ളത്? നമ്മുടെ കോർട്സിനാണ്, കോടതിക്കാണ് അല്ലെ ഉള്ളത്. If any citizen believes that ഏതെങ്കിലും ഒരു പൗരന് തോന്നുകയാണ് അവരുടെ ഏതെങ്കിലും അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ അവരെ എവിടെ പോയി നീതിക്ക് വേണ്ടി സമീപിക്കാം? They can approach the court for justice to be done. Okay. While the courts are available for all, എന്ത് ടൈപ്പ് ഓഫ് കേസസ് വന്നാലും കോർട്സ് അത് എൻഗേജ് ചെയ്യും അല്ലെ. In reality, access to courts have always been difficult for a vast majority of poor in India. ഇപ്പൊ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള കേസസ് വരുമ്പോ കോർട്ടിൽ, ഇപ്പൊ പാവപ്പെട്ടവർക്ക് എന്ന് പറയുമ്പോൾ കോർട്ടിൽ അത്ര നിലനിൽക്കാൻ പറ്റില്ല. എല്ലാ വിധത്തിലുള്ള ക്ലർക്കിനൊക്കെ നമ്മൾ പൈസ വാരി എറിഞ്ഞാലേ നമുക്ക് അവിടെ ഒരു വില ഉണ്ടാവുള്ളൂ. അല്ലാത്തപ്പോ എന്താണ്, പൈസക്കാർക്കൊക്കെ പെട്ടെന്ന് എന്താണ് അഡ്വക്കേറ്റ് റെഡിയാണ്. ബാക്കിയുള്ള പാവപ്പെട്ടവരുടെ അവസ്ഥയോ, അവർക്ക് ഇങ്ങനെ ക്ലർക്ക് ലോവർ തട്ടിലുള്ള ആളുകളെ ഇതാക്കിയിട്ട് വേണം അവർക്ക് എന്ത് ചെയ്യണം, ഓരോ കേസ് നടത്തി പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇതിനെതിരെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷേഴ്സും കോർട്ട് വരുത്തുന്നില്ലല്ലോ അല്ലെ. ദാറ്റ്സ് എ വെരി ഡിസപ്പോയിന്റിംഗ് തിങ്. ആൻഡ് ദ ലീഗൽ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് എ ലോട്ട് ഓഫ് മണി അല്ലെ. കുറെ പൈസ നമ്മുടെ കയ്യിൽ വേണം ഒരു കേസ് നടത്താൻ വേണ്ടിയിട്ട്. പിന്നെയോ ആൻഡ് പേപ്പർ വർക്ക് ആസ് വെൽ ആസ് ടേക്ക് അപ്പ് എ ലോട്ട് ഓഫ് ടൈം. കുറെ വർഷങ്ങൾ എടുക്കും ഒരു പേപ്പറിന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, കേസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ. എത്ര ടൈം എടുക്കും അല്ലെ. For a poor person who cannot read and whose family depends on a daily wage, the idea of going the court to get justice often seems remote. എന്ന് വെച്ചാൽ പാവപ്പെട്ട ഒരാളാണ് ഒരു കേസിനെതിരെ അല്ലെ, ഒരു പണിയില്ല, അവർ മെയിൻലി ഒരു വേജസ് ഇങ്ങനെ ചെലവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ആവുമ്പോ അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു കോർട്ടിൽ നിന്ന് ഒരു കേസ് വിധിയാവാൻ വേണ്ടിയിട്ട്.
അതന്നെ എത്ര പേപ്പർ വർക്ക് ഒക്കെ റെഡി ആയിട്ട് നമുക്ക് ജസ്റ്റിസ് നേടി തരുന്നവരെ നമ്മൾ എത്ര പരിശ്രമിക്കണം, സ്ട്രഗിൾ ചെയ്യണം ഇതിനു വേണ്ടിയിട്ടില്ലേ? അതാണ് പറയുന്നത് while the courts are available for all, in reality access to courts have always been difficult for a vast majority of poor in India. അല്ലെ, ഇത്തരം കോൺസ്റ്റിറ്റ്യൂഷനിലെ റൈറ്റ് ടു ജസ്റ്റിസ് അങ്ങനെയൊക്കെ പ്രിൻസിപ്പിൾ ആയിട്ട് പറയുന്നുണ്ടെങ്കിൽ പാവപ്പെട്ടവർക്ക് എത്തിപ്പിടിക്കാൻ പാടാണ്. ലീഗൽ പ്രൊസീജിയേഴ്സ് ഇൻവോൾവ് എ ലോട്ട് ഓഫ് മണി, കുറെ പൈസ നമ്മൾ വാരി വെതറണം അല്ലെ, അത് അഡ്വക്കേറ്റിനായിക്കോട്ടെ ക്ലർക്സിനായിക്കോട്ടെ, ആൻഡ് ഇറ്റ് ടേക്സ് അപ്പ് എ ലോട്ട് ഓഫ് ടൈം അല്ലെ. പിന്നെയോ for a poor person who cannot read and whose family depends on a daily wage, the idea of going to court to get justice often seems remote അല്ലെ. പിന്നെയോ and in response to this the Supreme Court in the early 1980s, ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നുണ്ട്, സുപ്രീം കോടതി 1980 എന്ത് കൊണ്ടുവന്നു? devised a mechanism of public interest litigation or PIL to increase access to justice. എല്ലാവർക്കും നേടിക്കൊടുക്കാൻ എന്തുകൊണ്ടോ ഒരു മെക്കാനിസം കൊണ്ടുവന്നു സുപ്രീം കോടതി. It is public interest litigation. Okay, it allowed any individual, ഈ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ നമുക്കൊരു ഫയൽ ചെയ്യാണ്, ഒരു കേസിനെതിരെ ഫയൽ ചെയ്യണമെങ്കിൽ ഹൈക്കോർട്ടിലോ സുപ്രീം കോർട്ടിലോ നമുക്ക് എന്ത് ചെയ്യാം? അത് ഫയൽ ചെയ്യാം. നമ്മുടെ അവകാശങ്ങൾ എന്തെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ അത് നേടിയെടുക്കാൻ നമുക്ക് പറ്റും. എന്തിലൂടെ? പബ്ലിക് ലിറ്റിഗേഷനിലൂടെ അല്ലെ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ. ആൻഡ് ദ ലീഗൽ പ്രോസസ് വാസ് ഗ്രേറ്റ്ലി സിംപ്ലിഫൈഡ് and even a letter or telegram addressed to Supreme Court or the High Court could be treated as PIL. നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്യാതെ ഇങ്ങനെ മെയിൽ വഴിയോ ടെലിഗ്രാം വഴിയോ നമുക്ക് എന്താ ലെറ്റർ അയച്ചിട്ട് കിട്ടുന്ന ഇതിനെയാണ് നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത്. മെയിൻലി നമ്മൾ എന്താണ്, ഒരു ലെറ്റർ, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള കേസിന് ജസ്റ്റിസ് നേടാനുള്ള റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ടൈപ്പ് ഓഫ് കേസ് ആണോ അതെന്ത് ചെയ്യുക, അവർക്ക് ആ ഫയലൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ അവർക്ക് അയച്ചു കൊടുത്താൽ മതിയാവും എന്നാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷന്റെ ഒരു എയിം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് പറയുന്നത്. ഇൻ റെസ്പോൺസ് ടു ദിസ് ദ സുപ്രീം കോർട്ട് ഇൻ ദ ഏർലി 1980s devised a mechanism of public interest litigation or PIL to increase access to justice. പിന്നെയോ it allowed any individual or organization to file a PIL in the High Court or Supreme Court on behalf of those whose rights were being violated. And next one, the legal process was greatly simplified and even a letter or telegram addressed to the Supreme Court or the High Court could be treated as PIL. Okay, it is public interest litigation. It is law for people and not for profit എന്നാണ് public interest litigation ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. Okay, എന്താണ് മക്കളെ? It is law for people, not for profit. Okay. പണ്ടത്തെ കാലഘട്ടത്തിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്തത് നമുക്ക് നോക്കിയാലോ. ഇൻ ദ ഏർലി ഇയേഴ്സ്, കുറെ വർഷങ്ങൾക്ക് മുമ്പ് PIL വാസ് യൂസ് ടു സെക്യൂർ ജസ്റ്റിസ്, അല്ലെ, നീതി നേടിയെടുക്കാൻ വേണ്ടി നമ്മൾ പോയിരുന്നു. ഓൺ എ ലാർജ് നമ്പർ ഓഫ് ഇഷ്യൂസ്. എന്തൊക്കെയാണ് ഇഷ്യൂസ്? ഇറ്റ് ഈസ് മെയിൻലി റെസ്ക്യൂയിങ് ബോണ്ടഡ് ലേബേഴ്സ് ഫ്രം ഇൻഹ്യൂമൻ വർക്ക് കണ്ടീഷൻ, അൺഹൈജീനിക് കണ്ടീഷൻ നിന്ന്, ഫാക്ടറി അൺഹൈജീനിക് കണ്ടീഷൻ ആളുകളെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ കുറെ ഇത് കൊടുത്തിരുന്നു. ആൻഡ് സെക്യൂറിംഗ് ദ റിലീസ് ഓഫ് പ്രിസണേഴ്സ് ഇൻ ബീഹാർ. ബീഹാറിൽ ഇങ്ങനെ ഓരോ തരത്തിലുള്ള ഫ്രീഡം നേടിയെടുക്കാനൊക്കെ ഇതാക്കിയ പ്രിസണേഴ്സിനെ അവർ വെറുതെ വിട്ടിരുന്നു. kept in jail even after the punishment term was complete. പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ ഇപ്പൊ പണിഷ്മെന്റ് ടേം കഴിഞ്ഞിട്ട് കുറെ പ്രിസണേഴ്സിനെ അവിടെ അകത്ത് തന്നെ ആക്കിയപ്പോ ഈ ഒരു ഇതിലൂടെ കുറെ പേര് റിലീസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് പറയുന്നത്. ഇൻ ദ ഏർലി ഇയേഴ്സ് PIL വാസ് യൂസ്ഡ് ടു സെക്യൂർ ജസ്റ്റിസ് on a large number of issues. ഏതൊക്കെയാണ് ഇഷ്യൂസ് മക്കളെ? It is rescuing, അല്ലെ, rescuing bonded laborers, അല്ലെ, rescuing the bonded laborers from inhuman work condition, അല്ലെ. ഫാക്ടറീസ് വന്നപ്പോ അവിടെ എന്ത് ചെയ്തു? വർക്കേഴ്സിന് അത്രയും ഹൈജീനിക് ആയിട്ടുള്ള കണ്ടീഷൻ അല്ല, അൺഹൈജീനിക് ആയിരുന്നു. മെഷീൻസിന്റെ ഉള്ളിൽ കൂടെ കുറെ പേർക്ക് പരിക്ക് പറ്റി, കുറെ പേർക്ക് ജീവൻ നഷ്ടമായി, അല്ലെ. അതിൽ നിന്നൊക്കെ ഒരു ഫയൽ ചെയ്തു ഈ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനിലൂടെ. ആൻഡ് സെക്യൂറിംഗ് ദ റിലീസ് ഓഫ് പ്രിസണേഴ്സ് ഇൻ ബീഹാർ who had been kept in jail even after their punishment term was complete. Okay.
And for the common person, access to court is access to justice. ഒരു സാധാരണ ജനതയ്ക്ക് ആക്സസ് ടു കോർട്ട് എന്ന് പറയുന്ന നീതിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇതായിരുന്നു അല്ലെ. അല്ലെ, ഇപ്പൊ സാധാരണ ജനതയ്ക്ക് ഒരു നീതിക്ക് വേണ്ടിയിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് മെയിൻലി കോർട്ടിനെ ആക്സസ് ചെയ്യുക എന്ന് പറയാം, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. The courts exercises a crucial role in interpreting the fundamental rights of citizen. As you saw in the above case, courts interpreted Article 21 of Constitution. ഞങ്ങൾ കണ്ടതാണ് റൈറ്റ് ടു ലൈഫ് എന്ന ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ഫുഡ് എന്ന് കൂടെ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത് അല്ലെ. അതാണ് പറഞ്ഞത് ഫോർ ദ കോമൺ പീപ്പിൾ ഓർ കോമൺ പേഴ്സൺ ആക്സസ് ടു കോർട്ട് ഇസ് ആക്സസ് ടു എഡ്യൂക്കേഷൻ. അതുകൊണ്ടാണ് ആർട്ടിക്കിൾ 21 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് റൈറ്റ് ടു ലൈഫിൽ റൈറ്റ് ടു ഫുഡ് റൈറ്റ് ടു ഹെൽത്ത് എന്നുള്ളതും കൂടെ ഉൾപ്പെടുത്തിയത് അല്ലെ. ഇത് ഇസ് ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് അണ്ടർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, okay, next point നോക്കിക്കേ മക്കള്. However, there are also court judgment that people believe work against the best interest of common person. Okay, പിന്നെ for example പറയുകയാണെങ്കിൽ activists who work on issues concerning the right to shelter. ഓക്കെ, എന്ന് വെച്ചാൽ ആളുകൾക്ക് കറക്റ്റ് ആയിട്ട് എന്ത് താമസിക്കാൻ ഇടമില്ലാതെ അവർക്കും താമസിക്കാനുള്ള ഇടങ്ങൾ നമ്മൾ ഇതുണ്ട് എന്നുള്ള അവകാശം. ആൻഡ് ഹൗസിംഗ് ഫോർ ദ പുവർ ബിലീവ് ദാറ്റ് the recent judgments on evictions are a far cry from earlier judgments എന്നാണ് പറയുന്നത് അല്ലെ. ആളുകൾക്ക് സ്വന്തമായിട്ട് എന്താണ് ഈ കോമൺ പീപ്പിളിന്റെ അവകാശങ്ങൾ അല്ലെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ റൈറ്റ് ടു ഷെൽട്ടർ ആൻഡ് ഹൗസിംഗ് ഷുഡ് ബി പ്രൊവൈഡഡ് ഫോർ ഓൾ ദ പുവർ പേഴ്സൺസ്, those who lacks it. Okay, അങ്ങനെയുള്ളവർക്കൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാൻ എന്നും. പിന്നെയോ while recent judgments tend to view that slum dweller as an encroacher in the city, earlier judgment like 1985 Olga Tellis vs Bombay Municipal Corporation tried to protect the livelihood of slum dwellers. ഇപ്പൊ ബോംബെയിലുള്ള കൂടുതൽ സ്ലം ഏരിയാസ് ബോംബെയിലാണ്, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് പറയുന്ന കുറെ ലോസ് വന്നു അല്ലെ. അതുപോലെ തന്നെ ഷെൽട്ടർ ഇല്ലാത്തവർക്ക് അവർക്കും ഷെൽട്ടർ ലൈവ്ലിഹുഡ് എക്സിസ്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്ന ലോസ് വന്നു. പിന്നെയോ ആൻഡ് അനദർ ഇഷ്യൂ, വേറെ പ്രശ്നം എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് അഫക്ട്സ് ദ കോമൺ പേഴ്സൺസ് ആക്സസ് ടു ജസ്റ്റിസ് അല്ലെ. ഒരു നീതിക്ക് വേണ്ടി ആളുകൾ പോരാടുന്ന വർഷങ്ങൾ തോറുകയാണ് അല്ലെ. ഇറ്റ് ഇസ് ഇൻഓർഡിനേറ്റ്ലി ലോങ് നമ്പർ ഓഫ് ഇയേഴ്സ് ദ കോർട്സ് ടേക്ക് ടു ഹിയർ എ കേസ്. ഒരു കേസ് കേൾക്കണ കുറെ വർഷങ്ങൾ വേണ്ടി വരും. And the phrase justice delayed is justice denied. ഒരു സ്ഥലത്ത് നീതിക്കായിട്ട് നമ്മൾ പോരാട്ടം വൈകുമ്പോൾ അത് അത്രയും എന്താണ് ജസ്റ്റിസ് ഡിനൈഡ്, അത് നിഷേധിക്കപ്പെടുകയാണ് അല്ലെ നീതി. ഓഫൻ യൂസ് ടു ക്യാരക്ടറൈസ് ദിസ് എക്സ്റ്റെൻഡഡ് ടൈം പീരിയഡ് ദാറ്റ് കോർട്സ് ടേക്ക്. അതിനെതിരെയാണ് ഈ ഫ്രേസ് വന്നത്. ജസ്റ്റ് ഇഫ് ദ ജസ്റ്റിസ് ഇസ് ഡിലൈഡ് അല്ലെ, ഇഫ് ദ ജസ്റ്റിസ് ഇസ് ഡിലേഡ് ദ ജസ്റ്റിസ് ഇസ് ഡിനൈഡ് എന്ന് പറയാൻ കാരണം ഒരു കേസ് സുപ്രീം കോർട്ടിൽ എടുക്കണമെങ്കിൽ എത്ര ടൈം എടുക്കും അല്ലെ, അതാണ് മെയിൻലി ഇവിടെ പറയുന്നത്. ഓക്കെ, പിന്നെ however in spite of this there is no denying that judiciary has played a crucial role in democratic India. ഇങ്ങനെ പല ഡിഫക്ട്സും വരുന്നുണ്ടെങ്കിലും ജുഡീഷ്യറി നമ്മുടെ ജനാധിപത്യ രാജ്യത്തിന് വേണ്ടി പലതരത്തിലുള്ള ഇതും ചെയ്യുന്നുണ്ട്. serving as a check on the powers of executive അല്ലെ. എന്ന് വെച്ചാല് ജുഡീഷ്യറിക്ക് ഈ എക്സിക്യൂട്ടീവിന്റെ പവേഴ്സിൽ ചെക്ക് ചെയ്യാനുള്ള അവകാശം ഉണ്ട്. ആൻഡ് ഓൾസോ ഇൻ legislation related matters by protecting the fundamental rights of citizens. അതൊക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ ജുഡീഷ്യറി ആണ് അല്ലെ. പിന്നെയോ the members of constituent assembly, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള members had quite correctly envisioned a system of court with an independent judiciary as a key feature of a democracy. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലുള്ള മെമ്പേഴ്സ് പറഞ്ഞു ഒരു ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, ഇറ്റ് ഷുഡ് ബി ഇൻഡിപെൻഡന്റ്, സ്വതന്ത്രനാവണം അവര് ഇല്ലേ. ഇറ്റ് ഈസ് should be an independent judiciary should be the key feature of our democracy എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അനദർ ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് മക്കളെ, ഇറ്റ് ഈസ് അബൌട്ട് ക്രിമിനൽ ലോ ഓർ സിവിൽ ലോനെ കുറിച്ചാണ്. എന്താണ് നോക്കിയാലോ, it is deals with conduct or acts that deals with any harm or injury അല്ലെ. എന്താണ് ക്രിമിനൽ ലോ vs
സിവിൽ ലോ ആണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ക്രിമിനൽ ലോ എന്ന് പറയുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. It deals with any harm or injury to rights law that defines as offenses. For example, എന്താണ് of individual related case നോക്കുമ്പോ disputes, theft and harassing women to bring more relating to sale of land, purchase of dowry, murder, goods, rent matters, divorce cases ഒക്കെ criminal cases ആണ് അല്ലെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. What about civil law? It is usually begins with the lodging of an petition has to be filed before the first information report, FIR നമ്മൾ report ചെയ്യണം, with the relevant court by the affected party only, and the police who investigate the crime after in a rent matter, either the landlord or which a case is filed in the court. Tenant can file a case. Okay, അങ്ങനെയാണ് FIR നമ്മൾ മെയിൻലി ക്രിമിനൽ കേസസിന് അല്ലെ. ഓക്കെ, പിന്നെയോ it usually begins with the lodging of a petition has to be filed. In the cases ഉണ്ടാക്കുമ്പോൾ അതിന് പെറ്റീഷൻ കൊടുക്കണം അല്ലെ, ബിഫോർ ദ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ FIR മുന്നിൽ പെറ്റീഷൻ കൊടുക്കുക, വിത്ത് ദ റെലവന്റ് കോർട്ട് ബൈ ദ എഫക്റ്റഡ് പാർട്ടി ഓൺലി. പിന്നെയോ the police who investigate the crime after in a rent matter. ഇപ്പൊ rent matter റിലേറ്റഡ് ആയിട്ട് ആളുകൾ, ഇപ്പൊ മെയിൻലി ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് എന്താണ്, പണ്ടുള്ള ലാൻഡ് ലോഡ്സ് ഈ ഒരു ടെനൻസിന് കൂടുതലായിട്ട് അവരുടെ കയ്യിൽ നിന്ന് റെന്റ് വാങ്ങുമായിരുന്നു അല്ലെ. അപ്പോ റെന്റ് വാങ്ങുമ്പോൾ എന്താണ്, മെയിൻലി പല ടൈപ്പ് ഓഫ് ക്രുവാലിറ്റീസും ഈ ഒരു ഫാമേഴ്സ് നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതിനെതിരെ ഒരു ക്രിമിനൽ ആയിട്ടുള്ള കേസ് ആയതുകൊണ്ട് ഇതിനെതിരെ എന്താണ്, ഇത്തരം ടെനൻസ് ഈ ലാൻഡ് ലോഡ്സിനെതിരെ FIR കേസ് ഫയൽ ചെയ്തു. അപ്പൊ ഈ പോലീസേഴ്സിന് എന്ത് ചെയ്യും, ദ പോലീസേഴ്സ് ചെയ്യും either the landlord or which a case is filed in the court. അപ്പോ ഈ ടെനൻസ് ഈ ലാൻഡ് ലോഡ്സിനെതിരെ എന്ത് ചെയ്യും, ഈ ഒരു FIR ഫയൽ ചെയ്യും കോർട്ടിൽ അല്ലെ. പിന്നെയോ അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെയിൻലി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലെ. മെയിൻലി ക്രിമിനൽ ലോസിനെ കുറിച്ച് ഡിസ്കസ്. ജുഡീഷ്യറി എന്ന് പറയുമ്പോൾ എന്താണ്, ഇറ്റ് ഹാസ് ആൻ എപ്പെക്സ് ഹെഡ് ഉണ്ട്, അത് സുപ്രീം കോർട്ടാണ്. ലോവർ കോർട്ട്സ് ഉണ്ട്, അത് സബോർഡിനേറ്റ് ഒരു ഡിസ്ട്രിക്ട് കോർട്ട് ഉണ്ട് അല്ലെ. ഇപ്പോ എപ്പെക്സ് ആയിട്ടുള്ളത് സുപ്രീം കോർട്ടാണ് അല്ലെ. സുപ്രീം കോർട്ടാണ് മെയിൻലി ഇതിന്റെ എപ്പെക്സ് ബോഡി എന്ന് പറയുന്നത്, ജുഡീഷ്യറിന്റെ എപ്പെക്സ് ബോഡി അല്ലെ. പിന്നെ അതിന് താഴെ എന്താണ് മക്കളെ, ഹൈക്കോർട്ടാണ്. അപ്പൊ സുപ്രീം കോർട്ട് എന്ന് പറയുന്നത് മെയിൻലി എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയാണ്, ന്യൂഡൽഹിയിലാണ് അല്ലെ. ഓക്കെ, അതുപോലെ തന്നെ അതിന് താഴെ വരുന്നത് എന്താണ് മക്കളെ, അതിന്റെ താഴെ വരുന്നത് ഹൈക്കോർട്ടാണ് അല്ലെ. ഹൈക്കോർട്ട് എവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഇൻ എറണാകുളം അല്ലെ. ഓക്കെ, പിന്നെ വരുന്ന കോർട്ട് എന്ന് പറയുന്നത് എന്താണ്, സബോർഡിനേറ്റ് കോർട്ടാണ്. സബോർഡിനേറ്റ് ഒരു ഡിസ്ട്രിക്ട് കോർട്ടാണ് ആളുകൾ കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നത്. ഓർ ഡിസ്ട്രിക്ട് കോർട്ട്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ് മക്കളെ, ഈ ആളുകളുടെ സാധാരണ ആയിട്ടുള്ള ആളുകളുടെ കേസസ് കൂടുതലായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതെ എടുക്കുന്ന ഒരു പോളിസി അവർ കൊണ്ടുവന്നു. കോർട്ട് പബ്ലിക് ലിറ്റിഗേഷൻ, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണ് അല്ലെ. പബ്ലിക് PIL ലിറ്റിഗേഷൻ. കോമൺ ആയിട്ടുള്ള ആളുകളുടെ പ്രശ്നങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ എനി ടൈപ്പ് ഓഫ് ഒഫൻസസ് അല്ലെങ്കിൽ ഡൗറി ടൈപ്സ് ഓഫ് ടോർച്ചേഴ്സ് ഒക്കെ സ്ത്രീകൾ അനുഭവിക്കുന്നത്, അതൊക്കെ ഏത് ലോയിലാണ് പെടുക മക്കളെ, ഏത് ലോയിലാണ് പെടുന്നത്, ഇറ്റ് ഈസ് ഇൻ ക്രിമിനൽ ലോ അല്ലെ. ക്രിമിനൽ ലോനെ കുറിച്ച് പറഞ്ഞു, ക്രിമിനൽ ലോസ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്താണ്, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. നമ്മുടെ ഡെമോക്രസിക്ക് ആവശ്യം എന്താണെന്ന് പറഞ്ഞു, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറിയുടെ കാര്യം പറഞ്ഞു അല്ലെ.
ഓക്കെ, പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത വേറൊരു മാറ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത വേറൊരു മാറ്റർ, ഇറ്റ് ഈസ് ആർട്ടിക്കിൾ 21. ആർട്ടിക്കിൾ 21 എന്താണ്? മെയിൻലി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉദ്ദേശിക്കുന്ന റൈറ്റ് ടു ലൈഫ് ആണ്. അതിൽ എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്തു? റൈറ്റ് ടു ലൈഫില് റൈറ്റ് ടു ഹെൽത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്തു അല്ലെ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ സിമ്പിൾ ആയിട്ട് ഡിസ്കസ് ചെയ്തത് അല്ലെ? അപ്പൊ നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണും വരെ. ഓക്കെ, ബൈ ട്ടോ. ഓക്കെ, താങ്ക് യു.